കണ്ണൂർ ആറളം ചതുരൂരിൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ. PCCFിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ട്രൈബൽ, ലോക്കൽ ബോഡി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായാണ് നമ്മുടെ ആറളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കടുവ സാന്നിധ്യം എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തത്. അതിലൊന്നാമതായി നമുക്ക് അറിയിക്കാനുള്ളത്, അവിടെ ഈ ഭീതി പരത്തുന്നത് കടുവയല്ല പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. രണ്ടാമത്, ആ കണ്ടെത്തിയ പുലിയായാലും കടുവയായാലും അതിനെ പിടികൂടുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ചാണ് ആലോചിച്ചത്. ഇപ്പോൾ കടുവ ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം ദുർബലപ്പെട്ടു പോകും എന്നൊരു സംശയം ആർക്കും വേണ്ട. ഈ പരിശോധന ഇത്തരം ആശങ്കകളും വന്യജീവിയുടെ സാന്നിധ്യവും അടുത്തൊന്നും ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് ബോധ്യമാകുന്നതുവരെയുള്ള തിരച്ചിൽ നടപടികൾ അവിടെ ആരംഭിക്കും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.